ഷോൺ ജോർജിൻ്റേത് ഉണ്ടയില്ല വെടിയായിരുന്നു എന്നാണ് ഞാൻ ചർച്ചയിൽ ചോദിച്ചത്. ഉണ്ടയില്ല വെടിയായിരുന്നു എന്നല്ല ചോദിക്കേണ്ടിയിരുന്നത്. അത് ഉണ്ടയുമില്ല, വെടിയുമില്ല, പുകയുമില്ലാത്ത ഒരവസ്ഥയെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോപണത്തിന് ശരിക്കും പറഞ്ഞാൽ മിനിറ്റുകളുടെയോ സെക്കൻഡുകളുടെയോ പോലും ആയുസില്ലായിരുന്നു. നമ്മൾ മൊബൈൽ ഫോണിലെടുത്ത് എന്താണ് കൺസൾട്ടിങ്, എക്സാലോജി കൺസൾട്ടിങ് എന്ന കമ്പനി എന്ന് തിരയുന്ന സെക്കൻഡുകളുടെ മാത്രം ആയുസ് മാത്രമാണ് ഇന്ന് ഷോൺ ജോർജ് പുറത്തുവിട്ട ഈ വാർത്തയ്ക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതപ്പോഴും പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുന്നതോടു കൂടിയാണ് അതിനൊരു രാഷ്ട്രീയമാനം ഉണ്ടാവുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഞെട്ടിയ ആ ആരോപണത്തിന് നിമിഷങ്ങൾ മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ 3 കാര്യങ്ങൾ കൊണ്ട് പറയാം. ഒന്ന്, ഇന്ന് എന്ത് തെളിവാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്? ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് താൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി മന്ത്രാലയത്തിന് നൽകിയ പരാതിയുടെ കോപ്പിയാണ് ആധികാരികമായ രേഖയായി കണക്കാക്കിയിരിക്കുന്നത്. അതല്ലാതെ ഈ പറയുന്ന അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് വീണ വിജയൻ്റെയും സുനീഷിൻ്റെയും പേരിലുള്ള അക്കൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു പേരോ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്പരോ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ രേഖയോ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. നമ്പർ 1. നമ്പർ 2, ഇന്ന് അഡീഷണൽ ഇൻഫർമേഷനായിട്ടാണ് ഇന്ന് എക്സാലോജിക്കിനെതിരായിട്ടുള്ള പരാതിയിൽ ഒരു ഉപഹർജിയുമായി എത്തുന്നത് ഷോൺ ജോർജ്. ആ അഡീഷണൽ ഇൻഫർമേഷൻ്റെ 6 പേജുള്ള അഡീഷണൽ ഇൻഫർമേഷൻ്റെ പരാതി, അഡീഷണൽ ഇൻഫർമേഷൻ എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അഡീഷണൽ ഇൻഫർമേഷൻ, ഐ ഗോട്ട് എ റിലയബിൾ information from a reliable person working abroad that huge trail of money emanating from the transactions covered by the subject matter investigation were parked by the culprits in an account maintained with Abu Dhabi Commercial Bank UAE in the name of Exalogy Consulting Media City UAE. എനിക്കൊരു റിലയബിളായിട്ടുള്ള ആളിൽ നിന്ന് റിലയബിളായിട്ടുള്ളൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അഡീഷണൽ ഇൻഫർമേഷനുമായിട്ട് വരുന്നത്. ആരാണ് ഈ റിലയബിൾ ആയിട്ടുള്ള ആൾ? പറഞ്ഞില്ല. എന്താണ് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ? അതും പറഞ്ഞിട്ടില്ല. അത് റിലയബിൾ അല്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് ഷോൺ ജോർജ്. തൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ്റെ 5ാമത്തെ പാരയിൽ പറയുന്നു: ഐ റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ എബവ് സ്റ്റേറ്റഡ് മാറ്റേഴ്സ്. ഇതിനെ ഷോൺ ജോർജ് കേൾക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് കേൾക്കാൻ വേണ്ടി പറയുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഞെട്ടിത്തെരിച്ച ഷോൺ ജോർജിൻ്റെ പരാതിയിൽ ഷോൺ ജോർജ് തന്നെ പറയുന്നത്: ഐ റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ എബവ് സ്റ്റേറ്റഡ് മാറ്റേഴ്സ്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾക്കൊന്നും തന്നെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എൻ്റെ കയ്യിലില്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നതും അത് കേട്ട് പ്രതിപക്ഷ നേതാവ് ഞെട്ടിത്തെരിക്കുന്നതും. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തനിക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരു വിവരത്തെ ആധികാരികമായിട്ടുള്ളൊരു പരാതിയായി ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുക, അതൊരു വലിയ ബോംബായി, ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായി പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ് ഷോൺ ജോർജ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എക്സാലോജി കൺസൾട്ടിംഗ് എന്ന് മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള നിമിഷത്തിൻ്റെ ആയുസ് മാത്രമേ ഷോൺ ജോർജിൻ്റെ പരാതിക്കുണ്ടായിരുന്നുള്ളൂ. PC ജോർജിൻ്റെ നിലവാരത്തിലേക്ക് മകൻ ഷോൺ ജോർജ് എത്തി എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന 2ാമത്തെ ഘട്ടമാണ് എന്ന് പറയേണ്ടി വരും. തീർച്ചയായും അച്ഛൻ്റെ മകൻ തന്നെയാണ് ഷോൺ ജോർജ് എന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഈ ആരോപണത്തിലൂടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതിൽ ഈ എക്സാലോജി കൺസൾട്ടിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇതിൽ പറയുന്ന സുനീഷ് നമുക്കറിയാവുന്നതുപോലെ വീണ തേക്കണ്ടിയുടെ ഹസ്ബൻഡായിരുന്നു. അവർ ഡിവോഴ്സ് ആവുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2017 ഇടപാട് നടന്നിരിക്കുന്നത്. അതായത് വേർപിരിഞ്ഞ ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ വേർപിരിയലിന് ശേഷം 2018 ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ നടത്തി എന്ന് പറയണമെങ്കിൽ അപാരമായ ലോജിക്ക് ഉണ്ടാവണം, അപാരമായ ഒരു 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 പ്രതിഭാസമായിരിക്കണം എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇത് ഏത് റിലയബിളായ വ്യക്തിയിൽ നിന്ന് കിട്ടിയാണെങ്കിലും ഷോൺ ജോർജ് ചെയ്യേണ്ടിയിരുന്നത് ഈ ഡാറ്റകൾ ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു. ഈ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി, അത് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിക്ക് ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ, അത് വീണ തേക്കണ്ടിയാണ്. എന്നാൽ എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് 4500 കോടി രൂപയോളം ടേൺ ഓവറുള്ള, ഏകദേശം 250-500ഓളം ആളുകൾ വർക്ക് ചെയ്യുന്ന, 7-8 രാജ്യങ്ങളിലെ പടർന്നു കിടക്കുന്ന, UK-യിലും കെയ്റോയിലും UAE-യിലും അബുദാബിയിലും ഒക്കെ ദുബായിലുമൊക്കെ വേരുകളുള്ളൊരു വലിയ കമ്പനിയാണ്. ആ കമ്പനി ഇപ്പോഴും കഴിഞ്ഞ മാസം വരെയും ഏറ്റവും മികച്ച രീതിയിൽ എക്സാലോജിക്കിൻ്റെ IT കൺസൾട്ടിംഗ് അടക്കം ബ്രാൻഡിംഗ് അടക്കം ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കമ്പനിയുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഇനി UAE-യിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു സംശയം. അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് അബുദാബി ഷെയ്ഖിൻ്റെ തന്നെ ബാങ്കാണ്. അപ്പോൾ ആ ഷെയ്ഖിൻ്റെ ബാങ്കിനെ കുറിച്ചാണ് ഷോൺ ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഇടപാട്, ഒരു കള്ളമിടപാട് പാർക്ക് ചെയ്തിരിക്കുന്ന പണി, സ്വിസ് ബാങ്കിനെ പോലുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഫ്രോഡ് ആയിട്ട്
പ്രമുഖമായിട്ടുള്ള കമ്പനികളിൽ നിന്നുള്ള പണം കള്ളപ്പണ ഇടപാടിലൂടെ പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ കമ്പനി നമ്മൾ റിപ്പോർട്ടർ ചാനൽ അത് ഓൺ ചെയ്യുന്നതേയില്ല, അത് ഷോൺ ജോർജിൻ്റെ ആരോപണം മാത്രമാണ്. അങ്ങനെ ഒരു കമ്പനിക്ക് അബുദാബിയിൽ പ്രവർത്തിക്കുക സാധ്യമല്ല. വളരെ വ്യക്തമായി തന്നെ എക്സാലോജിക് സൊല്യൂഷൻ എന്താണ്, എക്സാലോജിക് കൺസൾട്ടിംഗ് എന്താണ് എന്ന് തിരിച്ചറിയാമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതിൽ നിന്ന് ഷോൺ ജോർജ് ചുരുങ്ങിയ പക്ഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതെങ്കിലും മാറി നിൽക്കണമായിരുന്നു എന്നാണ് അഭിപ്രായം. ഇത് ഷോൺ ജോർജിൻ്റെ വിശ്വാസ്യത കേൾപ്പിച്ച ഒരു ആരോപണമാണ് എന്നു മാത്രവുമല്ല, അത് കേട്ട് ഞെട്ടിത്തിരിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വിമർശന ബുദ്ധിക്ക് അല്ലെങ്കിൽ വിമർശന യുക്തിയെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്നതാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇതിൽ ഞെട്ടിത്തിരിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇതൊരു അല്പായുസ് മാത്രമുണ്ടായിരുന്ന ആരോപണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ആരോപണം ഇനി ഒരുപക്ഷെ നാളെ കോടതിയിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു തെളിവുകളുമില്ല ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിൽ എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. Meet the editors.